യെസ്, അപ്പോൾ നമ്മളുടെ ഊട്ടിയിലെ 3rd ഡേ ആണ് ഇന്നപ്പോൾ. ഞാൻ കോട്ടയ്ക്കൽ ഏരിയയിലോട്ട് വന്നു. നമ്മുടെ കിന്നക്കോരയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം കോട്ടയ്ക്കലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു അൺഎക്സ്പ്ലോർഡ് സ്പോട്ട്, അതായത് അധികം ആൾക്കാർക്കും അറിയാത്ത ഒരു സ്പോട്ടുണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. പേര് സെങ്കോട്ടരായർ മല എന്നാണ് ആ മലയുടെ പേര്. അത്യാവശ്യം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ചെന്നാൽ എന്തായാലും പോകുന്ന വഴിക്ക് തന്നെ മഴ പെയ്യുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ആ കാണുന്ന ചർച്ച് കണ്ടോ? ഈ ചർച്ച്, യെസ്, ഈ ചർച്ചാണ് നമ്മൾ ലൊക്കേഷൻ വെച്ച് വന്നത്. CSI വെസ്ലെ ചർച്ച് കോട്ടയ്ക്കൽ എന്നാണ് ആ ചർച്ചിൻ്റെ പേര്. അപ്പം അങ്ങോട്ടേക്ക് നമ്മളിവിടെ അടുത്ത് വന്നിട്ട് അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ ചോദിച്ചു വേണം വരാനായിട്ട്. ചർച്ചിൻ്റെ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു മണ്ണിട്ട വഴിയുണ്ട്. ആ മണ്ണിട്ട വഴിയിലൂടെ നമ്മൾ നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടാണ് നമ്മൾ നടക്കുന്നത്. ഇനി മല വരെ എത്തുന്ന റൂട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. മഴ പെയ്ത് തുടങ്ങി, അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടിനി നമുക്ക് പതുക്കെ നടന്നു തുടങ്ങാം. അപ്പോൾ അതാ നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഡീവിയേഷൻസ് കാണാം കേട്ടോ. ഇങ്ങനെ മണ്ണിട്ട റോഡുകൾ കാണാം. അപ്പോൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിപ്പോവും, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഗ്രാമം അവിടാണുള്ളത്. അതിനുശേഷം ഇവിടുന്ന് ആൾക്കാരെയും കാണാൻ പറ്റത്തില്ല. നമുക്ക് പിന്നെ ഒരു ഊഹത്തിനൊക്കെ അങ്ങ് പോവാം. പിന്നെ ഞാൻ കുറച്ച് റെഫറൻസിന് മുന്നേ പോയവരോടൊക്കെ ചോദിച്ചു നോക്കി വെച്ചിട്ടുണ്ട്. സോ ഐ ഗസ് റൈറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഏത് റൈറ്റാ? ഈ റൈറ്റ് ആയിരിക്കുമോ? കൺഫ്യൂഷനായി. എനിക്ക് റൈറ്റ് ആണെന്ന് അറിയാമായിരുന്നു, പക്ഷെ റൈറ്റ് വന്നപ്പോൾ വീണ്ടും 2 റൈറ്റുകൾ. ഇതിലേത് റൈറ്റാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ റൈറ്റ് ആയിരിക്കും തോന്നുന്നു. അവിടെ വരെ പോയി നോക്കിയിട്ടൊന്ന് വരാവേ. അവിടെ ബൈക്കുകളൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. തമിഴ്നാട് ബൈക്കാട്ടോ. തമിഴ്നാട്ടിലെ കുറേ ആൾക്കാർ, ഐ മീൻ ഇവിടെ ഉള്ളവരൊക്കെ ആയിരിക്കാം. കുറച്ച് ബൈക്കുകളുണ്ട്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മഞ്ഞ ബോർഡ് കാണാം. ആ മഞ്ഞ ബോർഡിന്റെ റൈറ്റിലായിട്ട് ഒരു ചെറിയ വഴി കാണാം കേട്ടോ. ആ വഴിയാണ് നമുക്കിനി പോകേണ്ടത്. ഫുള്ള് തമിഴ്നാട് കുറേ ബൈക്കുകളുണ്ട്. കുറേ ആൾക്കാരപ്പം മേളിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഫുള്ള് നോക്ക്, കോടമഞ്ഞ് ഇങ്ങനെ താഴ്ന്നിരിക്കുകയാണ്. മഴ ഇപ്പോൾ പെയ്തുകൊണ്ട് മിക്കവാറും കോടമഞ്ഞ് പതുക്കെ പോവായിരിക്കും. മഴ നല്ലോണം പെയ്യുവാണെങ്കിൽ. ചെറിയ ചാറ്റൽ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ കോടമഞ്ഞ് ഇങ്ങനെ കിടപ്പുണ്ട്. നല്ല അടിപൊളി റൂട്ട് കേട്ടോ. ഒരുപാട് ക്രൗഡ് ആയിരിക്കും മുകളിൽ. എല്ലാവരും ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞാൻ അൺഎക്സ്പ്ലോർഡ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ 10 വണ്ടികൾ നേരെ ഇവിടെ കിടക്കും. അതൊക്കെ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പ്ലോർഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഈ അൺഎക്സ്പ്ലോർഡ് ആണെങ്കിൽ പോലും 1-2 ആൾക്കാർ വരുന്നവർ ഇതിടുമല്ലോ, റീൽസോ അല്ലെ. ഇപ്പം റീലൊക്കെ തന്നെ ഹൈലൈറ്റ് ആയ എല്ലാവരും ലോകം മുഴുവൻ അറിയും. അല്ലെങ്കിൽ വ്ളോഗോ, അങ്ങനെ ഇപ്പം എല്ലാ സ്ഥലങ്ങളും പോപ്പുലറായി വരിക. അൺഎക്സ്പ്ലോർഡ് തപ്പിപ്പോയി എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എല്ലാം നമ്മൾ ലാസ്റ്റ് 3G ആയിട്ട് തിരിച്ചു പോകേണ്ടി വരും. എന്തായാലും ഇത് നമുക്ക് നോക്കാം. ഒത്തിരി ക്രൗഡ് ഇല്ലായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് പോവാം. എന്തായാലും വന്നല്ലേ പോവാം. ഭാഗ്യത്തിന് മഴയൊന്ന് ചെറുതായിട്ട് നിന്നിട്ടുണ്ട്. ഇനിയിപ്പം കോടമഞ്ഞ് വന്ന് മൂടിയ വ്യൂ പോയിന്റ് ചെല്ലുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. സോ അതേ ഉള്ളൊരു പ്രാർത്ഥന. അധികം കോടമഞ്ഞ് വരാതെ ഇരിക്കുമായിരുന്നെങ്കിൽ നമുക്ക് വ്യൂ ഒന്ന് കാണാമായിരുന്നു. എന്തായാലും നമ്മൾ ആ സെയിം റൂട്ടിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ തേയിലകൾ, ഒന്നും നോക്കണ്ട, നേരെ നടക്കുക. ഇതങ്ങായിട്ട് മഞ്ഞ് പൊങ്ങുന്നുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടോ? അപ്പം നമ്മളവിടെ വെച്ച് ബൈക്ക് കണ്ടില്ലേ, അവരെല്ലാവരും ഇപ്പോൾ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഒരു 5-6 പേര്. ഇവിടുന്ന് ഇനി ഒരു 1.5 hour കൂടെ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഫുള്ള് മിസ്റ്റ് മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇനി പോയി നോക്കാം. കാരണം ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ചിലപ്പം മഞ്ഞൊന്ന് ചെറുതായിട്ട് മാറി
മാറാൻ ചാൻസ് ഉണ്ട് മഴ പെയ്യുന്നതുകൊണ്ട്. അറിയില്ല, നോക്കാം. എന്തായാലും ആ സെയിം റൂട്ട് തന്നെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, ഇവിടെ ഫുള്ളിപ്പം പൂക്കളുടെ സീസണാണ് കേട്ടോ. നല്ല അടിപൊളി ഡിഫറെൻറ്റ് കളർ പൂക്കളൊക്കെ കാണാൻ പറ്റും റോഡിൽ കൂടെ വരുമ്പോൾ തന്നെ. വയലറ്റ് കളർ പൂ. നടക്കട്ടെ നടക്കട്ടെ. വലിയ മഴ, ശക്തമായ മഴ പെയ്യാതിരുന്നാൽ നനയാതൊക്കെ വരാം. നമ്മൾ നടന്ന് വരുമ്പോഴത്തേനും ഇങ്ങനൊരു പോയിന്റ് എത്തും. ഒരു മരം ഉണ്ട് കേട്ടോ ഇവിടെ റെഫറൻസിന് വേണ്ടിയിട്ട്. ഇവിടുന്ന് നേരെ മുകളിലോട്ടേക്ക് സ്ട്രെയിറ്റ് പോവുക. അങ്ങോട്ട് സ്ട്രെയിറ്റ് പോയാൽ നമ്മുടെ വ്യൂ പോയിന്റ് എത്തും. അത്രേ ഉള്ളൂ. ലാസ്റ്റ് സ്ട്രെച്ചാണ്. ഇതാണോ? ഇതാണെന്ന് തോന്നുന്നു. ഇതാട്ടോ. ഇതല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതല്ലെന്ന്. എന്നാലും ഇതൊരു പോയിന്റ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ആ വന്ന വഴിയല്ലായിരുന്നു. ആ തൊട്ട് മുകളിൽ കണ്ടില്ലേ, ആ വഴിയായിരുന്നു കേട്ടോ പോകേണ്ടത്. കുഴപ്പമില്ല, നമ്മൾ ഈ അറ്റത്ത് വരുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അതുവഴി കയറി മുകളിൽ പോയിട്ട് വ്യൂ പോയിന്റിലോട്ട് പോകാം. ഇങ്ങനെ നമുക്ക് സ്ട്രെയിറ്റ് പോകാം. യെസ്, എന്താ ഇതുവഴി ഇങ്ങനെ പോകാം. യെസ്, ആ ഭാഗത്തായിട്ട് നമുക്കിതാ വ്യൂ പോയിന്റിന്റെ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ആ മുകളിൽ കാണുന്ന ആ കല്ലാണ് പ്രോപ്പർ വ്യൂ തരുന്ന പോയിന്റ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഇവിടെ അട്ടയുണ്ട്. അതുകൊണ്ട് ഉപ്പോ സാനിറ്റൈസറോ എന്തെങ്കിലും കരുതുക. ഞാൻ എടുക്കാതെ വെച്ചേക്കാണ്, മുകളിൽ ചെന്നിട്ട് അതിനെ കളയണം. കണ്ടോ എന്താ അടിപൊളി വ്യൂ ആണെന്നറിയോ? നമ്മൾ അങ്ങനെ തേടി പിടിച്ച് വന്ന വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. കിടിലൻ വ്യൂ ആണ്. കോടമഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ കോടമഞ്ഞായിരിക്കും. പക്ഷെ ഈ സമയത്ത് കണ്ടോ അങ്ങ് ദൂരെ വരെയുള്ള എക്സ്റ്റെൻഡഡ് വ്യൂ കാണാം. ഇത് അങ്ങ് നോക്കിയാൽ അറിയാം, ഭയങ്കര എക്സ്റ്റെൻഡഡ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. കുറേ മലകൾ കാണാൻ പറ്റും, അങ്ങ് ദൂരെയായിട്ട് ഒരു റിവർ ഒഴുകുന്ന പോലെ കാണാൻ പറ്റും. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. കുറേ നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊക്കെ ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഒരു വേസ്റ്റ് പോലും ഞാൻ ഇവിടെ ഒന്നും കണ്ടില്ല ലക്ലി. അപ്പം നിങ്ങളാണേലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതേപോലെ തിരിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകും. ഒന്നും ഇവിടെ ഡംപ് ചെയ്യരുത്. അതേപോലെ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും. നല്ല നല്ല പോയിന്റ്സ് ഉണ്ട്. പക്ഷെ ബി കെയർഫുൾ, കാരണം എല്ലാം കല്ലുകളാണ്. ഒന്ന് ജസ്റ്റ് താഴോട്ടേക്ക് സ്ലിപ്പായാൽ നിങ്ങളുടെ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. തലയൊക്കെ ഇടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ. എന്തായാലും നല്ല കെയർഫുൾ ആയിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ഊട്ടി ട്രിപ്പിൽ ഇത് ആഡ് ചെയ്യുക. ഒരുപാട് മഴയും ഇടിയൊക്കെ ഉള്ള സമയത്ത് വരുന്നത് അത്ര സേഫ് ആയിരിക്കത്തില്ല. അല്ലാത്ത ഒരു കാം ക്ലൈമറ്റിൽ വന്നിവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റും. കിടിലൻ 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 കിടിലൻ. വാവ്, നല്ല ക്ലിയർ ആയിട്ടോ ഫുള്ളായിട്ട്. താഴെയില്ലേ കാട്ടുപോത്തിനെ കണ്ട് ഞങ്ങൾ കയറി വന്നപ്പം. അങ്ങ് താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, താഴെ ഫുള്ളിങ്ങനെ കാടാണ്. അപ്പം പല മൃഗങ്ങളുണ്ട്, മുള്ളം പന്നി, കാട്ടുപോത്ത്, ആന, കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് കാട്ടുപോത്ത് ഇവിടെ പിന്നെ ഇങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. പിന്നെ കരടിയും അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാരൊക്കെ.
അപ്പോൾ എന്തായാലും രാത്രിയിലൊന്നും അപ്പോൾ അത്ര സേഫ് ആയിരിക്കത്തില്ല. ഈ സമയത്തൊക്കെ കുഴപ്പമില്ല, നമുക്കിങ്ങനെ കെയർഫുള്ളായിട്ട് വന്നാൽ മതിയാവും. കിടിലൻ. ഭാഗ്യത്തിന് ഇതിനായിട്ടും ഹെവി മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ കുറേ നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളും ഊട്ടിയിൽ വന്ന് കുറച്ച് സമാധാനത്തോടെ നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇതുപോലൊക്കെ തന്നെ ഫസ്റ്റ് നിന്ന വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചുകൂടെ നടന്നു വരുമ്പോഴത്തേനും ഈ കാണുന്ന വലിയൊരു മല, ഒരു പാറക്കല്ലുണ്ട്. ആ പാറക്കല്ലിന്റെ മുകളിൽ നിന്നാലും ഈ ഫുൾ വ്യൂ കിട്ടും. അപ്പം അതിൻ്റെ മണ്ടേ കയറി നമ്മൾ കുറച്ച് പിടിച്ച് കയറണം. അതുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും അധികം എടുക്കാഞ്ഞത്. അപ്പോഴത്തേനും മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ പോവാണ്, താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഒരു 2-3 വ്യൂ പോയിന്റ്സ് പോലെ ഉണ്ട്. എല്ലാം വ്യൂ സെയിം ആണ് കിട്ടുന്നത്, പല എലവേഷൻസിൽ നിന്നുള്ള വ്യൂസ് കിട്ടുമെന്നേ ഉള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ചെങ്കോട്ടമലയുടെ ചെങ്കോട്ടരയ്യർ മലയുടെ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പം നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഊട്ടി വരുവാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു സ്ഥലവും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.